തമാശകളൊന്നുമില്ല, കുറേ റിയാലിറ്റി സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന കുറേ പുതുമുഖങ്ങളല്ലേ, ഒരുപാട് പുതുമുഖം. അതിൽ ശരിക്കല്ല നായകനായിട്ട് പ്രധാന കഥാപാത്രത്തിൽ അവതരിപ്പിച്ച ഒരു ആദർശം എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൽ അവതരിപ്പിച്ച മുത്തു എന്ന് പറഞ്ഞു. പിള്ളേരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് തണ്ണീർമത്തൻ്റെ മേലിൽ നസ്ത് എന്നൊക്കെ വന്ന ആ ഒരു ഇതൊക്കെ ചിലപ്പോൾ ഭാവിയിൽ താരങ്ങളൊക്കെ ആയിട്ട് മാറുമായിരിക്കും. നന്നായിട്ട് ചെയ്തു. നല്ല പടത്തിന് ഇന്ന് ആരും പ്രോത്സാഹിപ്പിക്കത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായം ഞാനിത് കണ്ടതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ ടു ആൾ. പക്ഷേ ഇത് കാണേണ്ടതാണ്. എല്ലാ സ്കൂളിലെ കുട്ടികളെ കൂടി പോലും അവർക്ക് ബസ്സിൽ കൊണ്ടുവന്ന് പോലും കൊണ്ടുവന്ന് കാണിക്കാൻ തക്കവണ്ണമുള്ള ഒരു മെസ്സേജ് ഉൾപ്പെടുന്ന ഒരു പടമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദാറ്റ് മെസ്സേജ് ടു ദ യങ് ചിൽഡ്രൻ, അവർ ഈ സമൂഹത്തിലെ ഇനി വളർന്നു വരുന്ന നല്ലൊരു യൂത്താണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ അവർക്ക് ഇടപഴകാനും അതോടൊപ്പം പഠിത്തത്തിനെ ഇത് ബാധിക്കുന്നതേ ഇല്ല. കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഇവർ എങ്ങനെ ഇടപഴകുന്നതിൽ തെറ്റ് കാണരുത് എന്നുള്ളത് ഒരു മെസ്സേജ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ ടീച്ചർ, ദ പ്രിൻസിപ്പൽ ഈസ് ടെല്ലിങ് ദാറ്റ് എന്തൊക്കെ വേണമെങ്കിലും ആയിരിക്കും, പെൺകുട്ടികൾ പെൺകുട്ടികളായി പോവുക, ആൺകുട്ടികൾ ആൺകുട്ടികളായി പോവുക. ഇത് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നല്ല മെസ്സേജ് ഫ്രം ദ പ്രിൻസിപ്പൽ. എല്ലാ സ്കൂളുകളിലുമുള്ള എല്ലാ പ്രിൻസിപ്പലും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടികൾ എന്താണ് പല രീതിയിലും ചീത്തയാക്കാൻ നമുക്ക് സർക്കംസ്റ്റാൻസസ് ഉണ്ട്. കാരണം ഇന്ന് നല്ലൊരു മെസ്സേജാണ്, നല്ലൊരു പടത്തിന് അറിയാൻ പ്രൗഡ്. അത് എന്നാണെന്ന് വെച്ചാൽ അത് പബ്ലിസിറ്റി ഇല്ലാത്തത്